ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 47. അങ്ങനെ ഫൈനലി നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനി സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് 10K എത്തി 50K എത്തണം, 100K ഒക്കെ ഉടൻ തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ പറ്റില്ല ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കമൻറ്റ് മസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ BSNL വലിയ റേഞ്ച് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത് KSRTC ബസ് പത്തനംതിട്ട എന്നാണ് തോന്നുന്നു ഒരു സ്ഥലത്ത് ഒരു ഫോറസ്റ്റൊക്കെ എത്തുമ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ ആരെങ്കിലും കോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഏത് ഫോണിനും റേഞ്ചേ കിട്ടുന്നില്ല. പക്ഷെ ആരോ ഒരാളെ BSNL സിമ്മിൽ റേഞ്ച് കിട്ടിയിട്ട് കോൾ ചെയ്തുടി. അത് വേറെ കാട്ടിൻ്റെ അകത്താണ് BSNL റേഞ്ച് ഉണ്ടായത്. അപ്പം ആ സംഭവം BSNL ഭയങ്കര വലിയ പ്രൊമോഷനായി. അത് ഫ്രീ പ്രൊമോഷനാണ് ഇടുന്നത്. എല്ലാ ന്യൂസും എല്ലാ കാര്യത്തിലും വന്നു BSNL റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം. കേരളത്തിലെ BSNL ടീം അടക്കം അത് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഷെയർ ചെയ്തു. അതിൽ വന്ന കമൻറ്റ് എന്നൊക്കെ പറയുന്നത്, അതായത് നാട്ടിലെ റേഞ്ചില്ല പക്ഷെ കാട്ടിൽ റേഞ്ച് ഉണ്ട്. അങ്ങനെയാണ്, അത് ശരിയാണ്. എവിടെ റേഞ്ച് ഭയങ്കര കുറവാണ്. അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും 4G നേരമണം കിട്ടുന്നില്ല. പക്ഷെ കാട്ടിൽ ബാക്കി ആർക്കും റേഞ്ച് ഇല്ലാടത്ത് BSNL റേഞ്ച് ഉണ്ട്. അത് BSNL സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫ്രീ പ്രൊമോഷനാണ് BSNL കിട്ടിയത്. അത് ഏത് പട്ടിക്കാട്ട് പോയാലും റേഞ്ച് കിട്ടും. സോ അങ്ങനെ ഒരു വലിയൊരു ഫ്രീ പ്രൊമോഷൻ BSNL കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിലാണ് BSNL ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ പുതിയൊരു ഫോൺ കൂടി കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. സാംസങ്ങിൻ്റെ ഗാലക്സി M56 5G എന്ന മോഡലാണ്. 28,000 രൂപയുടെ ഫോണാണ്. വലുതായിട്ടൊന്നും പറയാനില്ല. എക്സിനോസിൻ്റെ 1480 ചിപ്സെറ്റാണ്. ഡീസൻ്റ് പെർഫോമൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഗംഭീരമൊന്നുമില്ല. സാംസങ്ങിൻ്റെ ഫോൺ ആ പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ നല്ലതാണ്, അത്രയും. അല്ലാതെ ഗംഭീര ക്യാമറ ഒന്നും പറയാനില്ല. എല്ലാം ഒരു നോർമൽ ഡീസൻറ്റ് സ്പെക്ക് മാത്രമേ ആ ഫോൺ തരുന്നുള്ളൂ. വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. സാംസങ് ആണ്, അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ബാക്ക്, വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അല്ലാത്ത രീതിയിലൊന്നും അത് ഒന്നും അങ്ങനെയൊന്നും ഇല്ല. നോർമൽ സാംസങ് ഫോൺ. പിന്നെ CMO 2 Pro ഈ വരുന്ന ഏപ്രിൽ 28 ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ക്യാമറയും ചിപ്സെറ്റും ഒക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഡിമെൻസിറ്റിയുടെ 7300 Pro എന്ന ചിപ്സെറ്റാണ് വരുന്നത്. 300 എന്ന് പ്രോയിലേക്ക് ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് ചിപ്സെറ്റിനൊരു മാറ്റവും ഇല്ല. ഇതിൻ്റെ പ്രീവിയസ് മോഡലിൻ്റെ CMO 1 ഉണ്ടായ സെയിം ചിപ്സെറ്റാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നീട് ക്യാമറ ആണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MB പ്രൈമറി ക്യാമറ, 50 MB ടെലിഫോട്ടോ, 2x ടെലിഫോട്ടോ വരുന്നുണ്ട്, 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കിടലിനാക്കിയിട്ടുണ്ട്. ബോക്സിനകത്ത് ചാർജറൊക്കെ വരുന്നുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ പ്രൈസ് റേഞ്ച് എന്തായാലും കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. ടെലിഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട്. ക്യാമറ വൈസ് എങ്ങനെ ഉണ്ടാകുന്ന എനിക്ക് അറിയത്തില്ല. സ്പെസിഫിക്കേഷൻ വൈസ് ഓക്കെയാണ്. ക്യാമറ നോക്കാം, നമുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഡിസൈൻ വൈസും CMO 1 ഒരു ക്യാമറ എക്സ്ട്രാ കൂട്ടിയാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നും ഡിസൈൻ്റെ ഭാഗത്ത് വരുന്നില്ല. ഒരു ക്യാമറ ലെൻസ് കൂടിയേണ്ട ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നൈസ് ഫോൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. കൊള്ളാം. ഇതുവരെ റിവീൽ ചെയ്ത പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും ഇതിൽ കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം വലിയ ഒരു അപ്ഗ്രേഡ് ഒന്നും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വന്നിട്ടേ ഇല്ല. പിന്നെ ഹോണറിൻ്റെ ഒരു ഫോൺ വരുന്നുണ്ട്. 8000 mAh ബാറ്ററിയുള്ള ഫോൺ വരുന്നുണ്ട് എന്നല്ല, അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ മാറിപ്പോയതാണ്. ചൈനയിൽ ലോഞ്ച് ചെയ്ത് 8000 mAh ബാറ്ററി വരുന്നുണ്ട്. 68 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 ചിപ്സെറ്റൊക്കെ ആയിട്ടാണ് അങ്ങ് ചൈനയിൽ ഈ ഫോൺ വരുന്നത്. ചൈനയിലാണ്. ഇന്ത്യയിലേക്ക് ഇത് വന്നാലും ഒരു പട്ടിക്കുഞ്ഞും വാങ്ങാൻ വേണ്ടി പോകുന്നില്ല. കാരണം ആൻഡ്രോയിഡ് ഇല്ല. ആൻഡ്രോയിഡ് ഇല്ലാതെ പിന്നെ എന്തെന്നടേ, iOS ഇല്ല, ആൻഡ്രോയിഡും ഇല്ല. പിന്നെ ഇവരെ OS ഒന്നും ആരും വാങ്ങത്തില്ല. പണ്ടൊക്കെ ഇവർക്ക് നല്ലൊരു മാർക്കറ്റ് ഇന്ത്യയിൽ ഉണ്ടായി. എപ്പോഴാണോ ആൻഡ്രോയിഡ് ഇവരെ ബാൻ ചെയ്ത് അന്ന് തൊട്ട് ഈ ബ്രാൻഡ് നമ്മുടെ സ്ഥലത്തൊക്കെ അങ്ങ് താന്ന്. ചൈനയിൽ ഇപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ത്യത്തെ കാര്യം അങ്ങ് പോയി. ഇനിയിപ്പോൾ ഇവിടെ ഇറക്കിയാലും വലിയ കാര്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലിയ ബാറ്ററിയുള്ള ഫോൺ എന്ന് പറയുന്നത് iQOO Z10 ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന Vivo T4 എന്ന മോഡലാണ്. 7300. ഇത് 8000 mAh ബാറ്ററിയുള്ള ഫോണാണ്. അതങ്ങ് ചൈനയിലാണ്. നമുക്കിതായിട്ടൊരു ബന്ധവുമില്ല. വന്നാൽ തന്നെ നിങ്ങൾ വാങ്ങുമോ ആൻഡ്രോയിഡ് ഇല്ലാത്ത ഫോൺ? കമൻറ്റ് ചെയ്യാട്ടോ എന്തായാലും. പിന്നെ മോട്ടറോളയുടെ പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടറോള Pad 60 Pro എന്നാണ് ഇതിൻ്റെ പേര്. ഡിമെൻസിറ്റിയുടെ 8300 ചിറ്റൊക്കെയാണ് ഇതിൽ വരുന്നത്. 10200 mAh ബാറ്ററി വരുന്നുണ്ട്. 12.7 ഇഞ്ചിൻ്റെ 144 Hz വരുന്ന ഡിസ്പ്ലേ ഒക്കെയാണ് ഈ ടാബിന് വരുന്നത്.
അത്യാവശ്യം കൊള്ളാം. 29,000 രൂപ അത്രയും സ്പെക്കൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലാപ്ടോപ്പും കൂടെ മോട്ടോറോള ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇതൊന്നും പോയിട്ട് എടുക്കണം, നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ പോയി എടുക്കുക. വെറുതെ മോട്ടോറോള അല്ലെങ്കിൽ റെഡ്മിക്കൊക്കെ ഉണ്ട് തോന്നുന്നു, MIക്ക് എന്തായാലും ഉണ്ട്, റിയൽമി ലാപ്ടോപ്പൊക്കെ വരുന്നുണ്ട്. അതൊന്നും എടുക്കാതിരിക്കുക കേട്ടോ. സാംസങ്ങിന് അടക്കമുണ്ട്, സാംസങ്ങിനൊക്കെ ഭയങ്കര ബോർ ലാപ്ടോപ്പാണ് ഉള്ളത്. അപ്പം അതൊന്നും പോയി എടുക്കാതിരിക്കുക. എസ്പെഷ്യലി മോട്ടോറോള ഇതുപോലത്തുള്ള ബ്രാൻഡ് നിങ്ങൾ എടുക്കാതെ ബാക്കിയുള്ള ലാപ്ടോപ്പ് ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പ് എടുക്കുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ നത്തിങ് ഫോൺ 3 എപ്പം വരും എന്ന് ഒരുപാട് കമൻസ് ഒക്കെ വരാറുണ്ട്. ഒഫീഷ്യലായിട്ട് തന്നെ അത് കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് Q3 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസം. എസ്പെഷ്യലി ജൂലൈയിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ നല്ല ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നത്തിങ് ഫോൺ 3 ജൂലൈ മാസം എന്തായാലും ആ ഒരു ഫോൺ വരുന്നതായിരിക്കും. പിന്നെ ഇൻഫിനിക്സിൻ്റെ 16,000 രൂപയ്ക്ക് ഒരു നല്ല അടിപൊളി ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഫിനിക്സിൻ്റെ നോട്ട് 50S എന്ന മോഡലാണ്. ഡിമെൻസിറ്റിയുടെ 7300 അൾട്ടിമേറ്റ് എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. 64 MB ക്യാമറ വരുന്നുണ്ട്. 144 Hz വരുന്ന അമോലഡ് ആയിട്ടുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സെറ്റപ്പ് ആയിട്ടാണ് ഇൻഫിനിക്സ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 16,000 രൂപയാണ്. ഓഫർ പ്രൈസിലാണെങ്കിൽ 15,000 രൂപ കിട്ടുന്നുണ്ട്. ആ പ്രൈസിൽ എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഒരു ഇഷ്യൂസും പറയാനില്ല. LPDDR 5Xൻ്റെ ഒക്കെയാണ് റാം വരുന്നത്. 3.1 സ്റ്റോറേജ് ഇല്ല, 2.2 ആണ്. പക്ഷേ 5Xൻ്റെ റാം ടൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫോൺ, ആ റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോണായിട്ടാണ് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ റിയൽമിയുടെ പുതിയൊരു ഫോൺ കൂടെ വരുന്നുണ്ട്. റിയൽമിയുടെ 14T എന്ന മോഡൽ ഈ വരുന്ന 25-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പം റിവീൽ ചെയ്തിട്ടുള്ള സ്പെക്ക് എന്ന് പറഞ്ഞാൽ ആ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ട് ഡിസ്പ്ലേ എന്നാണ് ഇവർ പറയുന്നത്. 2100 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് ഈ ഫോണിന് വരുന്നത്. അമോലഡ് ഡിസ്പ്ലേ ആണ്. 6000 mAh ബാറ്ററിയും IP69 റേറ്റിംഗ് ഒക്കെയാണ് ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ള സ്പെക്ക് എന്ന് പറഞ്ഞത്. റിയൽമിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു രസം ഉണ്ടാവില്ല. വെറുതെ ചുമ്മാ വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറ്റി അങ്ങ് ഇറക്കും. ഈ ഒരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോൾ അറിയാം ഇനിയിപ്പോൾ ഏതിൻ്റെ ഒരു റീബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഏതിൻ്റെ ഒരു വേറെ ഏത് ഫോൺ സ്പെക്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയായിരിക്കും ഫോൺ വരുന്നത്. ഡിസൈൻ വൈസ് കൊള്ളാം, രസമൊക്കെ കാണാനൊക്കെ രസമുണ്ട്. ഇതിന് മുമ്പേ റിയൽമി ഫോണിൽ കണ്ട ഡിസൈൻ തന്നെയാണ്. അങ്ങനെ ഒരു ഫോൺ കൂടെ 25-ാം തീയതി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ടെക് ന്യൂസ് പറയാനുള്ളത്. ചാനൽ 10K എത്തിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പം ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.